പണ്ട് മിക്ക വീടുകളും ഉണ്ടായിരുന്നൊരു ചെടിയാണ് ടേബിൾ റോസ്, മോസ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ഈ 10 മണിച്ചെടി. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു 4-5 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. 10 മണിച്ചെടി നമുക്ക് കമ്പ് മുറിച്ച് നട്ട് വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഒരുപാട് പൂക്കളും ഉണ്ടാവും. ഇതിൻ്റെ കുറച്ച് കമ്പുകൾ ഇന്ന് മുറിച്ച് നടാമെന്ന് വെച്ചു. പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഓവർ വാട്ടറിങ് ഒക്കെ ചെയ്താൽ പെട്ടെന്ന് നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കമ്പുകൾ വേറെ വേറെ മുറിച്ച് നടുന്നതുകൊണ്ട് ഒരു പോട്ടിലെ ചെടി നശിച്ചു പോയാലും നമ്മുടെ കയ്യിൽ നിന്ന് ആ ചെടി പൂർണ്ണമായിട്ട് നഷ്ടമാവില്ല. അതുപോലെ തന്നെ നമ്മൾ കമ്പുകൾ കട്ട് ചെയ്തെടുക്കുന്ന ചെടിയിൽ നിന്ന് പുതിയ ശാഖകൾ വരാനും ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ പ്രൂണിങ് ചെയ്യുന്നത് ചെടി നല്ല ബുഷായിട്ട് വളരാനും ഒരുപാട് പൂക്കളുണ്ടാകാനും സഹായിക്കും. ഞാൻ ഈ ഒരു ടയറിൽ ഇതുപോലെ PVC വെച്ചിട്ട് അതിലേക്കാണ് ഈ കമ്പുകൾ നട്ടുകൊടുക്കുന്നത്. ഞാനിതിലേക്ക് യെല്ലോ, വൈറ്റ്, പിങ്ക് എന്ന 3 കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. കുറച്ച് ദിവസം കഴിഞ്ഞുള്ള അതിൻ്റെ ലുക്ക് ഇതുപോലെയാണ്. പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനേക്കാൾ ബുഷിയായി വളർന്നിട്ട് ഒരുപാട് പൂക്കളായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ.